ഷേക്സ്പിയറിൻ്റെ പ്രസിദ്ധമായ ദ ടെമ്പസ്റ്റ് എന്ന നാടകത്തെക്കുറിച്ചാവട്ടെ ഇന്ന്. ഇനിയും പേരറിയാത്തൊരു കടലിൻ്റെ നടുവിലെ ഇന്നോളം ആരും ചെന്നെത്തിയിട്ടില്ലാത്തൊരു ദ്വീപിൽ താമസക്കാരായി മിറാൻഡ എന്നൊരു യുവസുന്ദരിയും അവളുടെ അപ്പൻ വയസ്സൻ പ്രോസ്പെറോയും മാത്രം. മിറാൻഡ വളരെ കുഞ്ഞായിരുന്നപ്പോഴേ ഈ ദ്വീപിലെത്തിയതാണ്. അവൾക്ക് ഓർമ്മയുള്ള ഒരേ ഒരു മനുഷ്യമുഖം അവളുടെ അപ്പൻ പ്രോസ്പെറോയുടേത് മാത്രം. പ്രോസ്പെറോ വിദ്യാസമ്പന്നനും മാജിക്കൽ വിദഗ്ധനുമായിരുന്നു. അക്കാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു മാജിക്ക്. പ്രോസ്പെറോയും മകളും ഈ ദ്വീപിൽ എത്തുന്നതിന് കുറേ കാലം മുൻപ് വരെ ഇവിടെ ജീവിച്ചിരുന്നത് സൈക്കോറാക്സ് എന്നു പേരുള്ള ഒരു ദുർമന്ത്രവാദിനിയായിരുന്നു. സൈക്കോറാക്സ് അവളുടെ ജീവിതകാലത്ത് വളരെയേറെ ദേവതമാരെയും ഗന്ധർവന്മാരെയും ആ ദ്വീപിലെ മരങ്ങളിലും പാറക്കൂട്ടങ്ങളിലുമൊക്കെ തടവുകാരാക്കിയിരുന്നു, അല്ലെങ്കിൽ ബന്ധിച്ചിരുന്നു. സൈക്കോറാക്സിൻ്റെ കുടിലതന്ത്രങ്ങൾക്ക് ഈ ആത്മാക്കൾ കൂട്ടുനിന്നില്ല എന്നുള്ളതാണ് അവളെ കോപാകുലയാക്കിയത്. പ്രോസ്പെറോ ആ ദ്വീപിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം തൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് തടവിൽ കിടക്കുന്ന ആത്മാക്കളെ കണ്ടെത്തുകയും അവയെ മോചിപ്പിക്കുകയും ചെയ്തു. അവരുടെ നേതാവായിരുന്നു ഏരിയൽ എന്ന വായുദേവൻ. ദ്വീപിലെ തൻ്റെ യാത്രകൾക്കിടയിൽ പ്രോസ്പെറോ കാലിബാൻ എന്നു പേരായ ഒരു വിചിത്ര ജീവിയെ കണ്ടുമുട്ടി. സാധാരണയിൽ കവിഞ്ഞ വളർച്ചയുള്ള പാതി കുരങ്ങും പാതി മനുഷ്യനുമായുള്ള ആ രൂപം പഴയ മന്ത്രവാദിനി സൈക്കോറാക്സിൻ്റെ മകനായിരുന്നു. കാലിബാനെ കണ്ട് സഹതാപം തോന്നിയ പ്രോസ്പെറോ അവനെ തൻ്റെ താമസ സ്ഥലമായ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അവനെ സംസാര ഭാഷ പഠിപ്പിക്കുവാനും വിദ്യാഭ്യാസം നൽകുവാനും ശ്രമിക്കുകയും ചെയ്തുവെങ്കിലും അവന് ജന്മന പാരമ്പര്യമായി സൈക്കോറാക്സിൽ നിന്നും ലഭിച്ച തിന്മകൾ കാരണം നല്ലത് എന്തെങ്കിലും പഠിക്കുവാനോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ അവനായില്ല. എപ്പോഴും കുതന്ത്രങ്ങളും മണ്ടത്തരങ്ങളും പ്രവർത്തിക്കുവാനായിരുന്നു അവന് താല്പര്യം. പ്രോസ്പെറോയും അതുകൊണ്ട് അവന് ഒരു അടിമയുടെ സ്ഥാനമേ കൊടുത്തുള്ളൂ. വിറക് വെട്ടുക, വെള്ളം കോരിക്കൊണ്ടുവരിക തുടങ്ങിയ ജോലികളാണ് അവന് കൊടുത്തിരുന്നത്. എങ്കിലും മടിയനായ കാലിബാൻ അവൻ്റെ ജോലികളൊന്നും തന്നെ നല്ല മനസ്സോടെ ചെയ്യുമായിരുന്നില്ല. കാലിബാൻ്റെ മേൽനോട്ടം പ്രോസ്പെറോ ഏരിയലിനെയാണ് ഏൽപ്പിച്ചത്. സൽസ്വഭാവിയായ ഏരിയലാകട്ടെ തന്നെ തടവിലിട്ട സൈക്കോറാക്സിൻ്റെ മകനാണെന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം തരം കിട്ടുമ്പോഴൊക്കെ കാലിബാനെ നുള്ളിയും മാന്തിയും വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി. പ്രോസ്പെറോ പറയുന്ന ജോലി ചെയ്യാതെ കാലിബാൻ മടി പിടിച്ചിരുന്നാൽ ഏരിയൽ അവനെ വേദനിപ്പിച്ചിരുന്നു. ചിലപ്പോൾ അവനെ തള്ളി ചെളിവെള്ളത്തിലിടുക, പിന്നെ മാറി നിന്ന് കുരങ്ങിൻ്റെ രൂപത്തിൽ വന്ന് അവനെ പല്ലിളിച്ച് കാണിക്കുക, അല്ലെങ്കിൽ അവന് പോകേണ്ട വഴിയിൽ ഒരു മുള്ളൻ പന്നിയുടെ രൂപത്തിൽ വന്ന് കിടക്കുക. ഏരിയലിൻ്റെ വികൃതികൾ അങ്ങനെ നീളുന്നു. ഏരിയലും അവൻ്റെ കൂട്ടുകാരായ ദേവന്മാരും ദേവതകളും പ്രോസ്പെറോയോട് സ്നേഹത്തിലും അനുസരണയിലും കഴിഞ്ഞിരുന്നതിനാൽ അവരുടെ സഹായത്താൽ കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുവാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരിക്കൽ അതുവഴി കടന്നുപോയ ഒരു വലിയ കപ്പലിനെതിരെ പ്രോസ്പെറോ തൻ്റെ ദേവകളുടെ ശക്തിയാൽ കൊടുങ്കാറ്റും കടൽക്ഷോഭവും ഉയർത്തിവിട്ടു. കൊടുങ്കാറ്റിൽ സമുദ്രമധ്യത്തിൽ ആടിയുലയുന്ന കപ്പലിനെ കണ്ട മിറാൻഡ പിതാവിനോട് അപേക്ഷിച്ചു, എൻ്റെ പ്രിയ പിതാവേ, അങ്ങയുടെ പ്രത്യേക കഴിവ് മൂലമാണ് ഈ കൊടുങ്കാറ്റ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് എങ്കിൽ കഷ്ടതയിൽ ഉഴലുന്ന ആ കപ്പലിലെ ദീനരായ ആത്മാക്കളോട് ദയ കാണിക്കുക. നോക്കൂ, ആ കപ്പലും അതിനുള്ള ജീവിതങ്ങളും നശിക്കുവാൻ പോവുകയാണ്. എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ആർത്തിരുമ്പുന്ന ഈ കടലിനെ തന്നെ ഭൂമിക്കടിയിലേക്ക് മാറ്റി ആ കപ്പലിനെയും അതിലെ ആത്മാക്കളെയും നശിക്കാതെ രക്ഷിക്കുമായിരുന്നു. പ്രോസ്പെറോ പറഞ്ഞു, മകളെ, നീ ഒട്ടും സങ്കടപ്പെടേണ്ട. ഒരു അപകടവും സംഭവിക്കില്ല. കപ്പലിലുള്ള ഒരു മനുഷ്യജീവിക്ക് പോലും ചെറിയൊരു മുറിവ് പോലും പറ്റുകയില്ല. മകളെ, നീ അറിയുന്നില്ലല്ലോ ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. നീ ആരാണെന്നോ എവിടുന്ന് വന്നുവെന്നോ നിനക്കറിയില്ലല്ലോ. ഈ ദ്വീപിലെ ഗുഹയിൽ പരമദരിദ്രനായി കഴിയുന്ന നിൻ്റെ അപ്പനായ ഞാൻ ആരാണെന്ന് പോലും നിനക്ക് അറിയില്ലല്ലോ. നീ ഈ ദ്വീപിൽ എത്തുന്നതിന് മുൻപുള്ള കാലത്തെപ്പറ്റി നിനക്ക് ഓർക്കുവാനാവുന്നുണ്ടോ? എങ്ങനെ ഓർക്കാനാണ്? അന്ന് നീ വെറും 3 വയസ്സുകാരിയായ ശിശുവായിരുന്നല്ലോ. തീർച്ചയായും ഞാൻ ഓർക്കുന്നു പാപ്പ. എന്താണ് നീ ഓർക്കുന്നത് മകളെ?
വേറൊരു വീടിനെപ്പറ്റി, മറ്റു മനുഷ്യരെപ്പറ്റി ഓർക്കുന്നുവോ നീ? നീ ഓർത്തിരിക്കുന്നത് എന്താണെന്ന് എന്നോടും പറയൂ. മിറാൻഡ പറഞ്ഞു, എല്ലാം ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കൽ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് ചുറ്റും 4 or 5 സ്ത്രീകൾ ഉണ്ടായിരുന്നു. ശരിയാണ് മകളെ, അതും അതിൽ കൂടുതലും ഉണ്ടായിരുന്നു. നീ അതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നുവല്ലോ. വേറെ എന്തൊക്കെയാണ് നിൻ്റെ ഓർമ്മയിലുള്ളത്? നമ്മൾ എങ്ങനെയാണ് ഈ ദ്വീപിൽ എത്തിയതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല പപ്പ, എനിക്ക് കൂടുതലൊന്നും ഓർക്കുവാൻ പറ്റുന്നില്ല. പ്രോസ്പെറോ മകളോട് തൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. 12 വർഷം മുൻപ് വരെ ഞാൻ മിലാനിലെ ഡ്യൂക്ക് ആയിരുന്നു. നീ എൻ്റെ ഏക മകളും എൻ്റെ അനന്തരാവകാശിയും. എനിക്കൊരു ഇളയ സഹോദരൻ ഉണ്ടായിരുന്നു, നിൻ്റെ ചിറ്റപ്പനായ അന്തോണിയോ. എനിക്ക് അവന് പൂർണ്ണ വിശ്വാസവുമായിരുന്നു. എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലും അറിവ് നേടുന്നതിലും ആയിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഞാൻ നിൻ്റെ ചിറ്റപ്പനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ലൗകിക സുഖങ്ങൾ മറന്ന് അറിവിൻ്റെ അഗാധതകൾ തേടി അലഞ്ഞപ്പോൾ എൻ്റെ സഹോദരൻ അന്തോണിയോ എൻ്റെ അധികാരങ്ങളൊക്കെ കൈപ്പിടിയിൽ ഒതുക്കി. അവനാണ് ഡ്യൂക്ക് എന്ന് ചിന്തിച്ചു തുടങ്ങി. എൻ്റെ ശ്രദ്ധക്കുറവ് മൂലം ജനങ്ങൾക്കിടയിലും സമ്മതനായി തുടങ്ങിയ അവൻ എൻ്റെ ശത്രുവായ നേപ്പിൾസ് രാജാവിൻ്റെ സഹായത്തോടെ എന്നെ ഡ്യൂക്ക് പദവിയിൽ നിന്നും നിഷ്കാസിതനാക്കുകയും അന്തോണിയോ മിലാൻ്റെ ഡ്യൂക്ക് ആവുകയും ചെയ്തു. എന്നിട്ട് അവരെന്താണ് നമ്മളെ നശിപ്പിക്കാതെ ജീവനോടെ വിട്ടയച്ചത്? മിറാൻഡ ചോദിച്ചു. എൻ്റെ മകളെ, അവർക്ക് അതിനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. എൻ്റെ പ്രജകൾക്ക് എന്നോടുള്ള സ്നേഹം അത്രയധികമായിരുന്നു. നമ്മളെ എൻ്റെ രാജ്യത്ത് വെച്ച് കൊലപ്പെടുത്താൻ ധൈര്യം ഇല്ലാതിരുന്ന അവൻ നമ്മളെ ഒരു കപ്പലിൽ കയറ്റി നടുക്കടലിൽ എത്തിക്കുകയും അവിടെ വെച്ച് തുഴയോ നങ്കൂരമോ ഒന്നുമില്ലാതെ ഒരു കൊച്ചു വള്ളത്തിലാക്കി കടലിൽ ഉപേക്ഷിക്കുകയുമാണ് ചെയ്തത്. നമ്മൾ അവിടെ കടലിൽ മുങ്ങി മരിച്ചുകൊള്ളും എന്നായിരിക്കാം അവൻ കരുതിയത്. പക്ഷേ എന്നോട് സ്നേഹമുണ്ടായിരുന്ന പ്രഭു ഗൊൺസാലസ് വള്ളത്തിനുള്ളിൽ വെള്ളവും ഭക്ഷണവും വസ്ത്രങ്ങളും പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പുസ്തകങ്ങളും ഒളിപ്പിച്ചു വച്ചിരുന്നു. ഭാഗ്യത്തിന് കാറ്റിൻ്റെയും തിരമാലകളുടെയും കരുണയിൽ വിജനമായ ഈ ദ്വീപിൻ്റെ തീർത്ത് അണയും വരെ ആ ഭക്ഷണവും വെള്ളവും നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ സഹായിച്ചു. മിറാൻഡ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട അപ്പ, കഷ്ടപ്പാടുകൾക്കിടയിൽ വെറുമൊരു കൈക്കുഞ്ഞായിരുന്ന ഞാൻ നിനക്ക് എത്രമാത്രം ഒരു ശല്യമായിരുന്നു. അങ്ങനെയല്ല മകളെ, എൻ്റെ ജീവൻ നിലനിർത്തിയ മാലാഖയാണ് നീ. നിൻ്റെ നിഷ്കളങ്കമായ ചിരിയും കലമ്പലുകളുമാണ് ആ നിർവിധിക്കിടയിലും ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാക്കി തന്നത്. ഈ ദ്വീപിലെത്തിയത് മുതൽ എൻ്റെ പ്രധാന സന്തോഷം നിന്നെ പഠിപ്പിക്കുക എന്നത് മാത്രമായി മാറി. എൻ്റെ പരിശ്രമങ്ങൾക്ക് പ്രതിഫലമായി ഒരു നല്ല വിദ്യാർത്ഥിയായി എല്ലാം നീ പഠിച്ചെടുക്കുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. താങ്കളുടെ പരിശ്രമങ്ങൾക്ക് ദൈവം തുണയാകട്ടെ അപ്പ. ഒരു ചോദ്യം കൂടി. ഇപ്പോൾ കടലിൽ നീ കൊടുങ്കാറ്റ് ഉണ്ടാക്കിയതിൻ്റെ കാരണം കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഈ കൊടുങ്കാറ്റിൻ്റെ ഫലമായി നീ കണ്ട കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ശത്രുക്കൾ നേപ്പിൾസിലെ രാജാവും ക്രൂരനായ എൻ്റെ സഹോദരൻ അന്റോണിയോയും അവരുടെ കപ്പൽ തകർന്ന് ഈ ദ്വീപിൻ്റെ തീരത്ത് എത്തിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രോസ്പെറോ തൻ്റെ മാന്ത്രിക വടി കൊണ്ട് മിറാൻഡയുടെ തലയിൽ ഒന്ന് തൊട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ അവൾ ഉറങ്ങിപ്പോയി. പ്രോസ്പെറോ മിറാൻഡയെ ഉറക്കിയതിന് കാരണമുണ്ടായിരുന്നു. പ്രോസ്പെറോയുടെ പരിചാരകനായ കാറ്റിൻ്റെ ആത്മാവ് ഏരിയൽ പ്രോസ്പെറോയ്ക്കുള്ള സന്ദേശവുമായി വന്നിട്ടുണ്ടായിരുന്നു. പ്രോസ്പെറോയ്ക്ക് മാത്രമേ ഏരിയലിനെ കാണുവാനും കേൾക്കുവാനും ആവുകയുള്ളൂ. ഏരിയലുമായിട്ടുള്ള സംഭാഷണം മിറാൻഡ കണ്ടാൽ പ്രോസ്പെറോ വായുവിലേക്ക് നോക്കി എന്തൊക്കെയോ പുലമ്പുന്നത് പോലെയേ തോന്നുകയുള്ളൂ. ചിലപ്പോൾ തൻ്റെ അപ്പൻ്റെ സമനില തെറ്റിയതായിരിക്കുമെന്ന് മിറാൻഡ തെറ്റിദ്ധരിക്കാനും ഇടയായേക്കാം. എന്തു പറയുന്നു ഏരിയൽ, നീ നിന്റെ ജോലി നന്നായി ചെയ്തു? പ്രോസ്പെറോ ചോദിച്ചു. ഏരിയൽ കൊടുങ്കാറ്റിനെയും അതുവഴി കപ്പലിൽ യാത്ര ചെയ്തിരുന്നവർക്കും ഉണ്ടായ
ഭയവിഹ്വലതകളെയും വിവരിച്ച് കേൾപ്പിച്ചു. നേപ്പിൾസ് രാജാവിൻ്റെ മകൻ ഫെർഡിനാൻഡ് ആണ് കപ്പലിൽ നിന്നും ആദ്യമായി കടലിലേക്ക് എടുത്തു ചാടിയത്. തൻ്റെ കൺമുൻപിൽ തൻ്റെ മകൻ തിരമാലകളിൽപ്പെട്ട് മരിച്ചു എന്നാണ് അവൻ്റെ പിതാവായ നേപ്പിൾസിലെ രാജാവ് കരുതിയിരിക്കുന്നത്. പക്ഷെ അവന് ഒന്നും പറ്റിയിട്ടില്ല. അവൻ്റെ ഒരു തലനാരിഴയ്ക്കു പോലും യാതൊരു കേടും തട്ടാതെ ഞാൻ അവനെ ഈ ദ്വീപിൽ ഒരിടത്ത് കടൽ തീരത്ത് എത്തിച്ചിട്ടുണ്ട്. അവിടെ അവൻ തകർന്നുപോയ കപ്പലിനൊപ്പം മരിച്ചുപോയെന്ന് അവൻ കരുതുന്ന അവൻ്റെ അപ്പനെപ്പറ്റി ദുഃഖിതനായിരിക്കുന്നു. കടൽ വെള്ളത്തിൽ അല്പം നനഞ്ഞെങ്കിലും അവൻ്റെ രാജകീയ വസ്ത്രങ്ങൾ പണ്ടത്തേക്കാൾ പുതുമയുള്ളതായി ഞാൻ മാറ്റിയിരിക്കുന്നു. നല്ലത് പ്രിയപ്പെട്ട ഏരിയൽ, അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരിക. എൻ്റെ മകൾ മിറാൻഡ അവനെ ഒന്ന് പരിചയപ്പെടട്ടെ. എവിടെ എൻ്റെ സഹോദരനും രാജാവും? അവരെയും ഞാൻ ദ്വീപിൽ എത്തിച്ചിട്ടുണ്ട്. ഞാൻ അവസാനം കാണുമ്പോൾ അവർ ഒട്ടും പ്രതീക്ഷയില്ലാത്തവരെ പോലെ മരിച്ചുപോയെന്ന് അവർ കരുതുന്ന ഫെർഡിനാൻഡിനെ അന്വേഷിക്കുകയാണ്. കപ്പൽ ജോലിക്കാർക്കും ആർക്കും തന്നെ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. കപ്പലിനും കേടുപാടുകൾ ഒന്നും സംഭവിക്കാതെ ദ്വീപിൻ്റെ മറുവശത്തുള്ള തുറമുഖത്ത് എത്തിച്ചിട്ടുണ്ട്. ഏരിയൽ, നിന്റെ ജോലി നീ സത്യസന്ധമായി നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറേ ജോലികൾ കൂടി തീർക്കുവാനുണ്ട്. ഇനിയും ജോലിയോ? താങ്കൾ എനിക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന് ഏറ്റിരുന്നത് മറന്നുപോയോ? ഞാൻ താങ്കൾക്ക് വളരെ വിശ്വസ്തമായ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നുവരെ നിന്നോട് ഒരു നുണ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ജോലിയിൽ പിഴവുകളൊന്നും വരുത്തിയിട്ടില്ല. താങ്കൾ പറയുന്ന ജോലികൾ യാതൊരു മുറുമുറുപ്പും കൂടാതെ ചെയ്തു തീർക്കുന്നുമുണ്ട്. ഏരിയലെ, നീ മറന്നുപോയ എത്ര മോശമായ കഷ്ടപ്പാടിൽ നിന്നാണ് ഞാൻ നിന്നെ മോചിപ്പിച്ചതെന്ന്. അൾജീറിയയിൽ നിന്നും നാട് കടത്തപ്പെട്ട് ഈ ദ്വീപിലെത്തിയ സൈക്കോറാക്സ് എന്ന മന്ത്രവാദിനിയുടെ കാര്യം നീ മറന്നുപോയോ? അവളുടെ കുതന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കാതെ ഇരുന്ന നിന്നെയൊക്കെ അവൾ മരത്തിൽ തളച്ചിരിക്കുകയല്ലായിരുന്നു. ഞാനല്ലേ നിങ്ങളെ മോചിപ്പിച്ചത്. ക്ഷമിക്കണം യജമാനൻ, താങ്കൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചു കൊള്ളാം. അങ്ങനെ തന്നെ വേണം ഏരിയൽ. അധികം വൈകാതെ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കിയേക്കാം. പ്രോസ്പെറോയുടെ നിർദ്ദേശമനുസരിച്ച് ഏരിയൽ ഫെർഡിനാൻഡിൻ്റെ അടുത്തെത്തി പറഞ്ഞു, വരൂ സുന്ദരനായ ചെറുപ്പക്കാരാ, ലേഡി മിറാൻഡ നിൻ്റെ സൗന്ദര്യം ഒന്ന് കാണട്ടെ. എൻ്റെ പിന്നാലെ വന്നോളൂ. ഒരു മൂളിപ്പാട്ടും പാടിയാണ് ഏരിയൽ ഫെർഡിനാൻഡിന് വഴി കാണിച്ചത്. ആ ഗാനം തികച്ചും ഹൃദയഭേദകമായിരുന്നു. ഗാനം ഇങ്ങനെ: Full fathom by thy father lies, of his bones are coral made. Those are pearls that were his eyes. Nothing of him that doth fade, but doth suffer a sea change into something rich and strange. Sea nymphs early ring his knell. Hark, now I hear them ding dong bell. കവിത മലയാളത്തിൽ: 5 വാര 5 അടി ആഴത്തിൽ കിടക്കുന്നു നിന്റെ അപ്പൻ. അവൻ്റെ എല്ലുകൾ പവിഴപ്പുറ്റുകളായിരിക്കുന്നു. അവൻ്റെ കണ്ണുകളോ പവിഴമുത്തുകളായി. അവൻ്റെ ശരീരഭാഗങ്ങളൊന്നും നശിക്കില്ല. ഒരു കടൽ പരിണാമത്തിലൂടെ അവയെല്ലാം വിലയേറിയതായി മാറിത്തീരും. മത്സ്യകന്യകകൾ ഓരോ മണിക്കൂറിലും അവൻ്റെ മരണമണി മുഴക്കുന്നു. ശ്രദ്ധിക്കൂ, ഞാനത് കേൾക്കുന്നു. ഡിങ് ഡോങ് ബെൽ. അവർ നടന്ന് മിറാൻഡയും പ്രോസ്പെറോയും നിൽക്കുന്നിടത്തേക്ക് ചെന്നു. തങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്ന ഫെർഡിനാൻഡിനെ നോക്കി നിന്ന മിറാൻഡയോട് പ്രോസ്പെറോ ചോദിച്ചു, നീ എന്താണ് മകളെ നോക്കി നിൽക്കുന്നത്? അവൾ പറഞ്ഞു, അപ്പാ, ദൂരെ നിന്നും ഒരു മാലാഖയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്ന് തോന്നുന്നു. അല്ലല്ല, മാലാഖയല്ല, സുന്ദരമായ ഒരു ജീവിയാണ്. അല്ല മകളെ, നമ്മളെപ്പോലെ തന്നെ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും വികാര വിചാരങ്ങൾ ഉള്ളതുമായ ഒരു ചെറുപ്പക്കാരനാണ് അത്. നീ നേരത്തെ കണ്ട കപ്പലിൽ ഉണ്ടായിരുന്നവനാണ് ഇവന്. അവൻ അവൻ്റെ പിതാവിനെയും കൂട്ടുകാരെയും തേടി നടക്കുകയാണ്. അവൻ അല്പം ദുഃഖിതനാണ്. അല്ലെങ്കിൽ അവൻ ഇപ്പോൾ കാണുന്നതിനേക്കാൾ സുന്ദരനാണ്. ജീവിതത്തിലാകെ ഒരേ ഒരു മനുഷ്യന്, തൻ്റെ പിതാവിനെ മാത്രം കണ്ടിട്ടുള്ള മിറാൻഡയ്ക്ക് മനുഷ്യനെ പറ്റിയുള്ള സങ്കല്പം
വെളുത്ത താടിയും ഗൗരവമുള്ള മോഹഭാവവും ഒക്കെയുള്ള പിതാവിൻ്റേതായിരുന്നു. സുന്ദരനും ചെറുപ്പക്കാരനുമായ ഫെർഡിനാൻഡിനെ അവൾക്ക് ഇഷ്ടമായി. ഫെർഡിനാൻഡ് ആവട്ടെ താൻ ഏതോ മാന്ത്രിക ദ്വീപിൽ എത്തിപ്പെട്ടുവെന്നും മിറാൻഡ ഈ ദ്വീപിലെ ദേവിയാണെന്നും ചിന്തിച്ച് അവനവളോട് വളരെയേറെ ബഹുമാനത്തോടെയാണ് പെരുമാറിയത്. തൻ്റെ മുഴുവൻ രഹസ്യങ്ങളും ഫെർഡിനാൻഡിനോട് പങ്കുവയ്ക്കാൻ തയ്യാറായതാണ് മിറാൻഡ. അവർ രണ്ടുപേരും ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിലായി എന്ന് മനസ്സിലാക്കിയ പ്രോസ്പെറോ ഫെർഡിനാൻഡിൻ്റെ വിശ്വസ്തത പരീക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. അവൻ തൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ എത്തിയ ഒരു ചാരനാണെന്നും അക്കാരണം കൊണ്ട് അവനെ തടവിലാക്കുമെന്നും ഭീഷണിപ്പെടുത്തി. അങ്ങനെ എതിർപ്പ് കൂടാതെ കീഴടങ്ങുവാൻ തയ്യാറല്ലായിരുന്നു ഫെർഡിനാൻഡ്. അവൻ തൻ്റെ വാളെടുത്ത് പ്രോസ്പെറോയെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. പ്രോസ്പെറോ അവനെ തൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് നിശ്ചലനാക്കി. മിറാൻഡ ഫെർഡിനാൻഡിൻ്റെ രക്ഷയ്ക്കായി എത്തി. അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട രണ്ടാമത്തെ മനുഷ്യനാണ് ഇവൻ. അവൻ സത്യമുള്ളവനാണെന്ന് ഞാൻ കരുതുന്നു. വൻകരയിൽ ഇതിനേക്കാൾ 10 ഇരട്ടി സുന്ദരന്മാരായ ചെറുപ്പക്കാർ ധാരാളമുണ്ട്. നമ്മുടെ ദ്വീപിൽ അതിക്രമിച്ചു കടന്ന ഇവനെ നീതീകരിക്കാൻ തുടങ്ങിയാൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കേണ്ടി വരും. എനിക്കിവനെ ഇഷ്ടപ്പെട്ടു. എനിക്കിവനെ മാത്രം മതി. ഇവനേക്കാൾ സുന്ദരന്മാരുണ്ടെങ്കിൽ അവരെ കാണുവാൻ എനിക്ക് അല്പം പോലും താല്പര്യവുമില്ല, മിറാൻഡ പറഞ്ഞു. എൻ്റെ കൂടെ വരൂ, നിനക്കെന്നെ എതിർക്കുവാനാവില്ല, പ്രോസ്പെറോ ഫെർഡിനാൻഡിനോട് പറഞ്ഞു. പ്രോസ്പെറോയുടെ മാന്ത്രിക ശക്തിയാൽ എതിർക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ഫെർഡിനാൻഡിന് അവനെ അനുഗമിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രോസ്പെറോയുടെ പിന്നാലെ തടവറയിലേക്ക് നടന്ന ഫെർഡിനാൻഡ് കൂടെ മിറാൻഡയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ സുന്ദരിയെ ദിവസം ഒരു തവണയെങ്കിലും കാണുവാനാവുമെങ്കിൽ ജയിൽ ജീവിതവും എൻ്റെ പരാജയവും ഒന്നും ഒരു പ്രശ്നമായി ഞാൻ കാണുന്നില്ല. പ്രോസ്പെറോ ഫെർഡിനാൻഡിനെ അധിക സമയം തടവറയിൽ സൂക്ഷിച്ചില്ല. വളരെ കഠിനമായ മറ്റൊരു ജോലിയാണ് ഫെർഡിനാൻഡിനെ കാത്തിരുന്നത്. അവരുടെ താമസ സ്ഥലത്തിന് സമീപം കിടന്നിരുന്ന ഭാരമേറിയ വിറക് കഷ്ണങ്ങൾ അടുക്കി വയ്ക്കുന്ന ജോലിയായിരുന്നു ഫെർഡിനാൻഡിനെ ഏൽപ്പിച്ചത്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയുവാൻ മാറിയിരുന്ന് പ്രോസ്പെറോ സംഭവം വീക്ഷിച്ചു. ഇത്തരം കഠിനമായ ജോലികൾ ചെയ്ത് രാജകുമാരന്മാർക്ക് പരിചയമില്ലല്ലോ. ഫെർഡിനാൻഡിനെ അന്വേഷിച്ചെത്തിയ മിറാൻഡ കണ്ടത് ജോലി ചെയ്ത് തളർന്നു വീഴാറായ തൻ്റെ കാമുകനെയാണ്. അവൾ പറഞ്ഞു, എൻ്റെ അപ്പൻ ഇനി 2-3 മണിക്കൂർ നേരത്തേക്ക് പുസ്തകം വായിക്കുകയാവും. നീ ഇത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടതില്ല. അല്പസമയം വിശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സുന്ദരി, എനിക്കതിനുള്ള ധൈര്യമില്ല. ഈ ജോലി തീർത്തിട്ടേ എനിക്ക് വിശ്രമിക്കാനാവുകയുള്ളൂ, അവൾ പറഞ്ഞു. നീ ഇവിടെ വിശ്രമിക്കൂ, നിനക്ക് പകരം ഞാൻ തടികൾ പെറുക്കി അടുക്കി വയ്ക്കാം. മിറാൻഡയുടെ സാമീപ്യം ജോലിയിൽ ഒട്ടും സഹായകരമായില്ല എന്ന് മാത്രമല്ല, അവർ തമ്മിൽ പല കാര്യങ്ങളും സംസാരിച്ച് നിന്നതുകൊണ്ട് ജോലി വളരെ സാവധാനത്തിലായി. പ്രോസ്പെറോയുടെ ലക്ഷ്യം രണ്ടുപേരുടെയും സ്നേഹത്തിൻ്റെ ആഴം അളക്കുകയായിരുന്നു. അവൻ അവരുടെ സംസാരം രഹസ്യമായി കേൾക്കുന്നുണ്ടായിരുന്നു. ഫെർഡിനാൻഡ് അവളുടെ പേര് ചോദിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ പേര് ആരോടും പറയരുത് എന്നാണ് എൻ്റെ പിതാവ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിന്നോട് പറയാം. അവളുടെ പേര് പറഞ്ഞു. അവൻ പറഞ്ഞു, അവൻ കണ്ടിട്ടുള്ള എല്ലാ സ്ത്രീകളെക്കാളും അവൻ അവളെ സ്നേഹിക്കുന്നു എന്ന്. അവളുടെ സൗന്ദര്യത്തെ പുകഴ്ത്തി പറഞ്ഞ ഫെർഡിനാൻഡിനോട് അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയെപ്പോലും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള പുരുഷന്മാർ നീയും എൻ്റെ പിതാവും മാത്രമാണ്. വൻകരയിൽ പുരുഷന്മാരുടെ സൗന്ദര്യം എങ്ങനെയെന്ന് എനിക്ക് യാതൊരു ഊഹം പോലുമില്ല. പക്ഷേ ഒരു കാര്യം നിനക്ക് വിശ്വസിക്കാം, ഈ ലോകത്തിൽ നിന്നെയല്ലാതെ മറ്റൊരു കൂട്ടുകാരനെ എനിക്ക് ആവശ്യമില്ല. എൻ്റെ ചിന്തയിൽ പോലും നിൻ്റെ രൂപമല്ലാതെ മറ്റൊന്നും കടന്നു വരില്ല. ഞാൻ നിന്നോട് വളരെ വളരെ കൂടുതൽ സംസാരിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ നിർദ്ദേശങ്ങൾ ഞാൻ മറന്നുപോകുന്നു. പ്രോസ്പെറോ ഏരിയലിനെ വിളിച്ച് തൻ്റെ ശത്രുക്കളായ സഹോദരനും നേപ്പിൾസ് രാജാവും എന്തു ചെയ്യുന്നു എന്ന് അന്വേഷിച്ചു. പട്ടിണിയും സങ്കടവും അലച്ചിലും കാരണം അവർ ബോധം നശിച്ച നിലയിലാണെന്ന് അവൻ പറഞ്ഞു. വിശന്നു വലഞ്ഞ അവരുടെ മുന്നിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയ ഏരിയയിൽ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും
വരുമ്പോഴേക്കും ഒരു രാക്ഷസനായി വേഷം മാറി വന്ന് ഭക്ഷണം മുഴുവൻ എടുത്തു വീഴുന്നുമായിരുന്നു. എന്നിട്ട് അവർ പ്രോസ്പെറോയോടും അദ്ദേഹത്തിൻ്റെ ശിശുവായിരുന്ന മകളോടും ചെയ്ത ക്രൂരതയ്ക്ക് പകരമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ എന്ന് ഓർമ്മപ്പെടുത്തുവാനും ആ രാക്ഷസൻ മറന്നില്ല. നേപ്പിൾസിലെ രാജാവും പ്രോസ്പെറോയുടെ സഹോദരൻ അന്തോണിയോയും തങ്ങളുടെ പ്രവൃത്തിയെപ്പറ്റി പശ്ചാത്തപിക്കുന്നു എന്നും അവരുടെ പശ്ചാത്താപം സത്യമാണ് എന്നും തനിക്ക് തോന്നുന്നുവെന്നും ഏരിയൽ പറഞ്ഞു. ഒരു ദേവതയായ തനിക്ക് പോലും അവരോട് സഹതാപം തോന്നുന്നു എന്ന് അവൻ പറഞ്ഞു. പ്രോസ്പെറോ പറഞ്ഞു, എങ്കിൽ അവരെ ഇവിടേക്ക് കൊണ്ടുവരൂ. ഏരിയൽ രാജാവിനെയും അനുജൻ അന്തോണിയോയെയും കൂട്ടി പ്രൊഫസറുടെ അടുത്തേക്ക് വന്നു. തന്നെ നാട് കടത്തിയപ്പോൾ തന്നെ സഹായിച്ച് ഭക്ഷണവും വെള്ളവും ഒക്കെ വള്ളത്തിൽ ഒളിപ്പിച്ചു വെച്ച ഗൊൺസാലോയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ക്ഷീണിതരും അവശരുമായിരുന്ന അവർക്ക് പ്രോസ്പെറോയെ മനസ്സിലായതേയില്ല. അദ്ദേഹം ആദ്യം ഗൊൺസാലോയോട് എൻ്റെ ജീവൻ രക്ഷിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാര എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആശ്ലേഷിച്ചു. അന്തോണിയോയ്ക്കും രാജാവിനും അത് പ്രോസ്പെറോ ആണെന്ന് മനസ്സിലായി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അന്തോണിയോ തൻ്റെ സഹോദരനോട് തൻ്റെ തെറ്റുകൾക്ക് ക്ഷമ ചോദിച്ചു. ഈ ക്രൂരതയിൽ അന്തോണിയോയെ സഹായിച്ചതിൽ രാജാവ് പ്രോസ്പെറോയോട് ക്ഷമ ചോദിച്ചു. അവരുടെ ക്ഷമാപണം സ്വീകരിച്ച പ്രോസ്പെറോ പറഞ്ഞു, നിങ്ങൾക്കായി ഞാനൊരു സമ്മാനം കരുതി വച്ചിട്ടുണ്ട്. താമസ സ്ഥലത്തിൻ്റെ വാതിൽ തുറന്ന് മിറാൻഡയ്ക്കൊപ്പം ചെസ് കളിച്ചുകൊണ്ടിരുന്ന ഫെർഡിനാൻഡിനെ അദ്ദേഹം രാജാവിന് കാണിച്ചു കൊടുത്തു. മരിച്ചുപോയി എന്ന് കരുതിയ മകൻ ജീവനോടെ തൻ്റെ മുന്നിലിരിക്കുന്നത് കണ്ട രാജാവിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാനായില്ല. പുതുതായി എത്തിച്ചേർന്ന അതിഥികളെ കണ്ട മിറാൻഡ അത്ഭുതപ്പെട്ടു. അത്ഭുതമായിരിക്കുന്നു, എത്ര സുന്ദരന്മാരായ ജീവികളാണ് ഇവരൊക്കെ. ഇത്തരം സുന്ദരന്മാരായ മനുഷ്യർ ജീവിക്കുന്ന ലോകവും എത്ര സുന്ദരമായിരിക്കും. സുന്ദരിയായ മിറാൻഡയെ കണ്ട് രാജാവും അത്ഭുതപ്പെട്ടു. ചിലപ്പോൾ പരസ്പരം വേർപിരിഞ്ഞു പോയ തങ്ങളെ വീണ്ടും കൂട്ടിയോജിപ്പിച്ച ദേവതയായിരിക്കുന്നു ഇവൾ. ഫെർഡിനാൻഡ് പറഞ്ഞു, സംശയിക്കേണ്ട, ഇവൾ മനുഷ്യ സ്ത്രീ തന്നെയാണ്. ദൈവകൃപയാൽ അവളിപ്പോൾ എൻ്റെ സ്വന്തമാണ്. താങ്കൾ മരിച്ചുപോയി എന്ന ധാരണയിൽ താങ്കളുടെ അനുവാദം ചോദിക്കാതെ തന്നെ ഞാൻ അവളെ സ്വന്തമാക്കുകയായിരുന്നു. ഇവൾ മിലാനിലെ ഡ്യൂക്കായിരുന്ന ഈ പ്രോസ്പെറോയുടെ മകളാണ്. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് എനിക്ക് ഒരു പുതിയ ജീവിതം ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തൻ്റെ മകളെ എനിക്ക് നൽകിക്കൊണ്ട് എനിക്കൊരു പിതാവിനെ പോലെയായിരിക്കുന്നു അദ്ദേഹം. അങ്ങനെയെങ്കിൽ ഞാൻ ഇവളുടെ അപ്പൻ ആവണമല്ലോ. മകളെ, നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്രോസ്പെറോ പറഞ്ഞു, മതി മതി, നമുക്ക് പഴയ മോശമായ കാര്യങ്ങളെല്ലാം മറക്കാം. അദ്ദേഹം അന്തോണിയോയെ കെട്ടിപ്പിടിച്ച് അവനോട് ക്ഷമിച്ചു എന്ന കാര്യം ഒന്നുകൂടി ഉറപ്പുവരുത്തി. തനിക്ക് സംഭവിച്ചതെല്ലാം ഏതോ ദൈവീക ശക്തിയുടെ തീരുമാനം ആയിരുന്നിരിക്കാം. അതുകൊണ്ടാണല്ലോ ഫെർഡിനാൻഡും മിറാൻഡയും കണ്ടുമുട്ടി പ്രേമിച്ചത്. അവൾ നേപ്പിൾസ് രാജ്യത്തിൻ്റെ അനന്തരാവകാശിയായി മാറിയത്. തുറമുഖത്ത് അവരുടെ കപ്പലും നാവികരും യാത്രയ്ക്ക് തയ്യാറായി കാത്തു നിൽക്കുന്ന വിവരം പ്രോസ്പെറോ അവരെ അറിയിച്ചു. ഞാനും എൻ്റെ മകളും നിങ്ങളോടൊപ്പം തന്നെ വൻകരയിലേക്ക് മടങ്ങാമെന്ന് കരുതുന്നു. യാത്ര തുടങ്ങുന്നത് വരെയുള്ള സമയത്തിന് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയും എൻ്റെ ജീവിതകഥ കേൾക്കുകയുമാകാം. ദ്വീപിൽ നിന്നും യാത്ര ആരംഭിക്കുന്നതിന് മുൻപായി പ്രോസ്പെറോ ഏരിയലിനെ സ്വതന്ത്രനാക്കി. പ്രോസ്പെറോയുടെ വിശ്വസ്തനായ സേവകനായിരുന്നു എങ്കിൽ പോലും നിയന്ത്രണങ്ങളില്ലാത്ത സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആകാശത്ത് ഒരു പക്ഷിയെപ്പോലെ മരക്കൂട്ടങ്ങൾക്കിടയിൽ, തോട്ടങ്ങളിൽ, സുഗന്ധപൂരിതമായ പൂന്തോട്ടങ്ങളിൽ പാറി നടക്കുവാൻ അവൻ തീവ്രമായി ആഗ്രഹിച്ചിരുന്നു എന്ന് പ്രോസ്പെറോയ്ക്ക് അറിയാമായിരുന്നു. പ്രോസ്പെറോ പറഞ്ഞു, ഐ ഷാൽ മിസ് യു, യെറ്റ് യു ഷാൽ ഹാവ് യുവർ ഫ്രീഡം. എൻ്റെ പ്രിയപ്പെട്ട മാസ്റ്റർ, നന്ദി. യാത്രയിൽ നിന്നെ അനുഗമിക്കുവാൻ നല്ല കാലാവസ്ഥയും കാറ്റുമൊക്കെ ഒരുക്കി യാത്ര സുഗമമാക്കുവാൻ നീ എന്നെ അനുവദിക്കുക. അത് കഴിഞ്ഞ് ഞാൻ
സ്വതന്ത്രനായി കഴിയുമ്പോൾ വളരെ സന്തോഷത്തോടെ ഞാൻ ജീവിച്ചു കൊള്ളാം. The song of the airy, where the bee sucks their suck I, in the collops well I lie, where I crouch when owls do cry, on the bat's back I fly. After the summer, merrily, merrily, merrily shall I live now, under the blossom that hangs on the bough. ഇനിയൊരു പ്രതികാരത്തിന് ഇടമില്ല എന്ന് മനസ്സിലാക്കിയ പ്രോസ്പെറോ തൻ്റെ മാന്ത്രിക ഗ്രന്ഥങ്ങളും മാന്ത്രിക വടിയും ദ്വീപിൽ തന്നെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടു. പുതിയൊരു ജീവിതത്തിലേക്ക്, തൻ്റെ സ്വന്തം നാട്ടിലേക്ക്, തൻ്റെ രാജ്യം വീണ്ടെടുക്കുവാൻ, തൻ്റെ മകളുടെ വിവാഹം നടത്തുവാനായി അവൻ യാത്രയാവുന്നു. മഹത്തായ 2 സന്ദേശങ്ങളാണ് ഈ നാടകം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. പ്രതികാരത്തേക്കാൾ ക്ഷമയാണ് ഉദാത്തമായത്. സ്വാതന്ത്ര്യം തന്നെ സന്തോഷം.